ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ 5 ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഒരു പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്ന് ഈ PDF പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഇതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അതിൽ എല്ലാ ഭാഗങ്ങളും ഏത് ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുറച്ചും കൂടെ പുതിയ ഭാഗങ്ങളിൽ നിന്ന്, അതായത് പുതിയ അപ്ഡേറ്റ്സ്, പുതിയ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ചോദ്യങ്ങൾ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ബേസിക്കായിട്ടുള്ള കൺസെപ്റ്റുകളും ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലെവൽ ഓഫ് ടീച്ചിങ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി കണക്ട് ചെയ്ത ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ചോദ്യങ്ങളും കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം 2024 വന്നിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ്ങിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് എന്താണ്? ടീച്ചിങ്ങിന് ധാരാളം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിൽ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന് ഓപ്ഷൻ തരുന്നത് ടു ഗിവ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ദ സിലബസ്. രണ്ടാമത് പ്രിപ്പയർ സ്റ്റുഡൻറ്റ് ടു പാസ് എക്സാമിനേഷൻ. അടുത്തത് ടു ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് ഇൻ സ്റ്റുഡൻറ്റ്. ടു ഡിക്റ്റേറ്റ് പെർഫെക്റ്റ് ലെക്ചർ നോട്ട്സ് ടു ദ ലേണേഴ്സ്. എന്താണ് ഇതിൻ്റെ ആൻസർ എന്താണെന്ന് പറയാൻ കഴിയുമോ? യെസ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ഒന്ന് നോക്കാം അല്ലേ. ഓക്കെ, ഇതിൽ ശരിക്ക് ഇത് മാത്രമല്ല ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ നമുക്ക് നോക്കാം. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഇതിൽ എല്ലാ വർഷവും ഇടയ്ക്കിടയ്ക്ക് ഈ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഒബ്ജക്റ്റീവ്സ് വ്യത്യസ്തമായിട്ടായിരിക്കും ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവുക. പ്രധാനപ്പെട്ട ടീച്ചിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണത് ബിയോണ്ട് റൂട്ട് ലേണിംഗ്. ലേണിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ് മെമ്മറൈസ് ചെയ്യുക, സിലബസിലുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നതിലുപരി
ഒരു ബിയോണ്ടായിട്ട് ഒരുപാട് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി, ഇതൊക്കെ കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ അതാണ് നേരത്തെ മോള് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്. മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്. സ്വന്തം ആളുകൾക്ക് മറ്റൊരാൾ പറഞ്ഞത് മറ്റാളുകൾ പറഞ്ഞത് മെമ്മറൈസ് ചെയ്യുക, ഓർത്തെടുക്കുക എന്നതിലുപരി സ്വയം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാൻ കഴിയുക, ബ്രെയിൻ യൂസ് ചെയ്തുകൊണ്ട്, തൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് വ്യക്തികൾക്ക്, കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയുക, ലേണർക്ക് ചിന്തിക്കാൻ കഴിയുക എന്നത് ടീച്ചിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് ടേൺ. ഇപ്പം നമ്മൾ പറയുന്നത് ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ടീച്ചിങ്ങിലൂടെ ഒരു പാസീവ് ലേണറെ ആക്റ്റീവ് തിങ്കറാക്കിയിട്ട് മാറ്റാൻ കഴിയും. ടീച്ചിങ്ങിന് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലം സോൾവിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റാണ്, ഒരു പാസീവ് ലേണറായിരുന്ന, അതായത് മുൻപ് നമ്മൾ ടീച്ചിങ്ങിൻ്റെ വ്യത്യസ്ത ലെവലുകൾ നോക്കിയപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ ലെവൽ ഓഫ് ടീച്ചിങ് ആണല്ലോ. ചെറിയ പ്രായത്തിൽ മെമ്മറൈസിങ്, ഓർത്തെടുത്ത് പഠിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കൂടുതലെങ്കിൽ പിന്നെ ഓരോ ഘട്ടത്തിലും അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ 10ാം ക്ലാസ് ലെവൽ, +2, ഡിഗ്രി, ഓരോ ഘട്ടം ആകുന്നതിനനുസരിച്ചും സ്റ്റുഡൻ്റ് ഒരു പാസീവ് ലേണറായിരുന്ന സ്റ്റുഡൻറ്റിനെ ആക്റ്റീവ് തിങ്കറാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതിലൂടെ കൊഗ്നിറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കാൻ സഹായിക്കും ടീച്ചിങ്ങിലൂടെ, ലേണിങ്ങിലൂടെ. ടീച്ചറെ മെയിൻ ലക്ഷ്യമാണ് കൊഗ്നിറ്റീവ് ഗ്രോത്ത്. ലേണിങ്ങിലൂടെ കോഗ്നിറ്റീവ് ഗ്രോത്ത് ഉണ്ടാക്കുക. ഇൻഫോർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും ഒരു ഇൻഫോർമേഷൻ ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ വ്യക്തിക്ക്, കുട്ടികൾക്ക് കഴിവുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഒരു ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവാണ്. അടുത്ത ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാം. അതായത് സ്കൂളുകളിൽ നിന്നുമാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും റിയൽ ലൈഫ് പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നതിനെക്കുറിച്ചും ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ എന്തിലൂടെ സഹായിക്കും? ടീച്ചിങ്ങിലൂടെ സഹായിക്കണം. ഈ പോയിൻ്റ് ഇത് മാത്രമല്ല ടീച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഇത് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സാണ്. ഇതുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ടീച്ചിങ്ങിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഇതിലേത് ഒബ്ജക്റ്റീവ്സ് ഓപ്ഷനായിട്ട് വന്നു കഴിഞ്ഞാലും അതൊക്കെ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്ലാസ്. ഇപ്പോൾ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യനെ ഡിസ്കസ് ചെയ്യാൻ കഴിയുള്ളൂ. നാളെ നമുക്ക് ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറിൻ്റെയൊക്കെ ഒരു സെഷൻ അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുള്ള അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ 2, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് 2023 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. The memory level of teaching is highly characterized by which of the following? മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്ത ലെവൽ ഓഫ് ടീച്ചിങ് ഉണ്ട് എന്നാണ് നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പഠിച്ചിരുന്നു.
അതിൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് ഹൈലി ക്യാരക്ടറൈസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? ഒന്ന് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ഫാക്റ്റ്, റൂട്ട് ലേണിംഗ് ആൻഡ് റിടെൻഷൻ ഓഫ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഇൻ റിയൽ ലൈഫ് കണ്ടെക്സ്റ്റ്, സെൽഫ് ഡയറക്റ്റഡ് എക്സ്പ്ലോറേഷൻ ആൻഡ് കൺസെപ്റ്റ്. ഇതിൽ ഏതാണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത? എന്താണ്, ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? യെസ് യെസ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ തന്നെ. എന്താണ് മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്? ജസ്റ്റ് ഒന്ന് എഴുതാം. MLT ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ്. മെമ്മറി ലെവൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ബേസിക് ടീച്ചിങ് ലെവലാണ്. ഒരു എന്താണ് വേർഡ്സുകളോ ഫോർമുലാസ് പഠിക്കുക, വേർഡ്സുകൾ റൂട്ട് ലേണിംഗ് കാണാതെ പഠിക്കുക, അതുപോലെ തന്നെ ഓർത്തെടുക്കുക, പഴയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഗുണന പട്ടിക കാണാതെ പഠിക്കുക, ഇതൊക്കെ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. അതിലൂടെ സ്പെല്ലിങ്ങുകൾ കാണാതെ പഠിക്കുന്നു, ഫോർമുലാസ് കാണാതെ പഠിക്കുന്നു, മൾട്ടിപ്ലിക്കേഷൻ ടേബിളുകൾ പഠിക്കുന്നു. ഇത് ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ് ആണ്. തുടക്കഘട്ടത്തിലാണ് ഈ ലെവൽ ഓഫ് ടീച്ചിങ് അപ്ലൈ ചെയ്യുക. ദിസ് ഈസ് ദ മോസ്റ്റ് ബേസിക് ലെവൽ ഓഫ് ടീച്ചിങ്. Think of it like a young child learning multiplication table, formulas or spelling words by repeating them until they stick. അതായത് ഓർത്തെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ നമ്മൾ നോക്കി വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇത് ഓർത്തെടുക്കാൻ പറ്റും. ജസ്റ്റ് കുറച്ച് സ്പീഡപ്പ് ആക്കുന്നുണ്ട്, പക്ഷേ പോയിന്റുകൾ ഉൾപ്പെടുത്താം എന്ന് കരുതിയുകൊണ്ടാണ് ജസ്റ്റ് പോയിന്റുകൾ പറയുന്നത്. ഒന്ന് ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും ഇത്. ഒരു വ്യക്തിയുടെ തുടക്കഘട്ടത്തിലുള്ള ലേണിംഗ് ആണിത്. രണ്ടാമത്തത് നോ ഹൈ ലോജിക്. ലോജിക്കിന് ഇവിടെ എന്തില്ല, പ്രാധാന്യമില്ല. മറ്റൊന്നാണ് ഫോക്കസ് ഓൺ റീകാൾ. ഓർത്തെടുക്കലാണ് ഇവിടുത്തെ മെയിനായിട്ട് ഉള്ള പ്രോസസ്സ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുക. രണ്ടാമത്തത് ടീച്ചർ, അടുത്തതാണ് നാലാമത്തത് ടീച്ചർ ഡോമിനേറ്റഡ്. ടീച്ചർ സെൻറ്റേർഡ് ലേണിംഗ് മെത്തേഡാണ് ഇവിടെ. അടുത്തത് ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരുന്നാണ് ക്രൂഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ സ്റ്റെപ്പ്. തുടർന്നുള്ള മുന്നോട്ടുള്ള പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണിത്, മെമ്മറി ലെവൽ ഓഫ് ലേണിംഗ്. ഇത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത ലെവലിലേക്ക് കുട്ടികൾക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട സവിശേഷതകളാണ്, നോക്കി പോവേണ്ടതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം 2023
22 വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൊപ്പൗണ്ടഡ് ദ മോഡൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? ഹെർബർട്ട്, മോറിസൺ, ഹണ്ട്, ബ്ലൂംസ്. ഇതിലാരാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത്? മോറിസൺ. ഓക്കെ, ശരിയാണ്. ആൻസർ കറക്റ്റാണ്. ഓപ്ഷൻ ബി മോറിസൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ ഇതിൽ ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട സവിശേഷതകൾ പറയാം. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്. ഇവിടെ എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന് വ്യത്യസ്ത തിങ്കേഴ്സ് വ്യത്യസ്ത മീനിങ് പറയുന്നുണ്ട്. പക്ഷേ എന്താണ് മോറിസൺ പറയുന്നത് നമുക്ക് നോക്കാം. ഇദ്ദേഹം എന്താണ് കുറച്ചും കൂടെ കൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി ഒരാശയം മനസ്സിലാക്കുക എന്നതാണ് ശരിക്ക് ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. നമ്മൾ ഈ ടേം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ തിങ്കേഴ്സിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അതിൽ മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആരാ കൊണ്ടുവന്നത്? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് ആരാ കൊണ്ടുവന്നത്? റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആരാ കൊണ്ടുവന്നത്? നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കി വെക്കണം. ഓക്കെ, ഇതിൽ പറയുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് പേരുകളുണ്ട്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, മോള് പറഞ്ഞ പേരുണ്ടല്ലോ, ഹെർബർട്ടാണ് ഈസ് ഫോർ മെമ്മറി ലെവൽ. മെമ്മറി ലെവൽ ഓഫ് ടീച്ചിങ് കൊണ്ടുവന്നത് ഹെർബർട്ടാണ്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ മോറിസൺ ആണ് നമ്മൾ പറഞ്ഞു. HC മോറിസൺ ഈസ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ഇനി റിഫ്ലക്റ്റീവ് ലെവൽ ഉണ്ടല്ലോ, അത് ആരാണ്? ഹണ്ടാണ്. റിഫ്ലക്റ്റീവ് ലെവൽ. ഇതിന് 3 ബിഗ് 3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയപ്പെടാറുണ്ട്. ഇവിടെ ഈ 3 പേരുകൾ ജസ്റ്റ് നോട്ട് ചെയ്യണം. ഹെർബർട്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെമ്മറി ലെവലാണ്. മോറിസണും അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. അതുപോലെ തന്നെ ഹണ്ട് റിഫ്ലക്റ്റീവ് ലെവലാണ്. പേരുകൾ പഠിച്ചു വെക്കാം. ഇനി നമുക്ക് ഇതിൽ വരുന്ന മറ്റ് കാര്യങ്ങൾ. മോറിസൺ ഒരുപാട് വിശദമായിട്ട് ഈ കൺസെപ്റ്റുമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഫാക്ട്സും റൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കണം. സ്റ്റുഡൻസ് ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലൂടെ ഫാക്ട്സും അതുപോലെ റൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിനാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. മോറിസൺ wonder students to see the relationship between fact and
റൂൾസ്. ഫാക്ട്സും റൂൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കണം സ്റ്റുഡൻസ്. എന്തിലൂടെ? അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലൂടെ എന്ന് അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം ഈ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന് 5 സ്റ്റെപ്സ് പറയുന്നുണ്ട്. ആ പേരും കൂടെ അതിന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്ട്രക്ചർ, 5 സ്റ്റെപ്സ്. അതിൽ ഒന്നാണ് പറയാം, ജസ്റ്റ് സ്റ്റെപ്പുകളൊന്ന് ജസ്റ്റ് നോക്കി വെക്കാൻ, ചിലപ്പോൾ അതും ചോദിച്ചുകൂടായില്ല. ഹിസ് മോഡൽ includes 5 steps. ഒന്നാണ് എക്സ്പ്ലോറേഷൻ, അടുത്താണ് പ്രസൻറ്റേഷൻ, അടുത്തതാണ് അസിമിലേഷൻ, മറ്റൊന്നാണ് ഓർഗനൈസേഷൻ, ആൻഡ് റിസൈറ്റേഷൻ. ഇങ്ങനെ ഈ 5 മോഡലുകളാണ്, 5 സ്റ്റെപ്സാണ് ഇദ്ദേഹം റിഫ്ലക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിന് 5 സ്റ്റെപ്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. 5 എക്സ്പ്ലോറേഷൻ, പ്രസൻറ്റേഷൻ, അസിമുലേഷൻ, ഓർഗനൈസേഷൻ, റിസൈറ്റേഷൻ. ഈ ടേം നോക്കി വെക്കണം, ചിലപ്പോൾ ചോദിച്ചുകൂടായില്ല. പിന്നെ ഇതിൽ പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ the student achieving absolute clarity of the topic. കൺസെപ്റ്റ് ക്ലാരിറ്റിക്കാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നോക്കിയത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ഈസ് സെൻറ്റേർഡ് അറൗണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്രോച്ച്? ടീച്ചർ സെൻറ്റേർഡ് ഓർ സ്ട്രക്ചേർഡ്, പ്രോബ്ലം സെൻറ്റേർഡ് ഓർ ലേണർ സെൻറ്റേർഡ്, പിന്നെ ഫാക്ട് റീറ്റെൻഷൻ ഓർ മെമ്മറി സെൻറ്റേർഡ്, റൂട്ട് മെമ്മറി ആൻഡ് ഡ്രിൽ. ഇതിൽ ഏതാണ് നാലാമത്തെ ഓപ്ഷൻ? ഏതാണ് കറക്റ്റ് ഉത്തരം? ആരാണ് പറയാം? ഒന്നുമില്ല, റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൻ്റെ അത് ഏത് അപ്രോച്ചാണ്? ടീച്ചർ സെൻറ്റേർഡ് ആണോ, പ്രോബ്ലം സെൻറ്റേർഡ് ആണോ, ഫാക്ട് റീറ്റെൻഷൻ ആണോ, റൂട്ട് മെമ്മറൈസേഷൻ ആണോ? പ്രോബ്ലം സെൻറ്റേർഡ്. യെസ്, കറക്റ്റാണ്. പ്രോബ്ലം സെൻറ്റേർഡ് ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. നമുക്ക് നേരത്തെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം, കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, ജസ്റ്റ് ഇതിനെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് പറയാം. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം. ഇത് ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ് മെത്തേഡാണ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ റിസർച്ച് അതുപോലെ PhD നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സ്റ്റുഡൻസ് എന്ത് ചെയ്യും? റിയൽ വേൾഡിലുള്ള അൺസ്ട്രക്ചേർഡ് പ്രോബ്ലംസ് എന്ത് ചെയ്യും? സ്വതന്ത്രമായിട്ട് സോൾവ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുക. അതായത് നമ്മൾ ടീച്ചർ ഒരു പാസീവായിട്ടുള്ള ഒരാളായി മാറും. ഇവിടെ ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. ലേണറാണ് എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അനലൈസ് ചെയ്യുന്നതും പ്രോബ്ലംസ് ഇൻഡിപെൻഡൻ്റ്ലി സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ.
അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് എന്താണ്, ജസ്റ്റ് ഇവിടെ എഴുതാം. ദിസ് ഈസ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ടീച്ചിങ്. The student faces a real world unstructured problems. Problems and works independently to find the solution. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒന്ന് നോക്കാം. ഒന്നാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹയസ്റ്റ് ലെവൽ. മറ്റൊന്നാണ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ ലെഡ്. അടുത്താണ് ഡീപ്പ് തിങ്കിങ്. നമുക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്, അതുകൊണ്ട് വല്ലാതെ വിശദീകരിക്കുന്നില്ല. ഇതിൽ ഡീപ്പ് തിങ്കിങ്ങിൽ വരുന്നുണ്ട് സെൽഫ് റിഫ്ലക്ഷന്, ഒറിജിനൽ ഇൻസൈറ്റ്, ലോജിക്ക്. ഇതിൻ്റെയൊക്കെ ബേസിൽ വ്യക്തി എന്ത് ചെയ്യണം, സ്വയം ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അടുത്തത് പ്രോബ്ലം സെൻറ്റേർഡ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി അടുത്തത് ക്രിയേറ്റീവ് ഫ്രീഡം. ഇതിൽ പ്രധാനപ്പെട്ട പോയിന്റാണ് ക്രിയേറ്റീവ്. ഒരു വ്യക്തിക്ക് സ്വയം വഴികൾ കണ്ടെത്താനും അതിലൂടെ സഞ്ചരിക്കാനും എന്തിലൂടെ അവസരമുണ്ട്, ഈ റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്ങിലൂടെ അവസരമുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2021 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ കുറച്ച് ടേംസ് ആരോ മാർക്കാണത്. കോഡ് കറക്റ്റാക്കി കഴിഞ്ഞാൽ റെഡിയാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക്, 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലെവൽ ഓഫ് ടീച്ചിങ് ഫ്രം ലോവസ്റ്റ് ടു ഹയസ്റ്റ്. നമുക്ക് അറിയണ കാര്യം തന്നെയാണ്. ഇതിൻ്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ആൻസർ ഏതാണ് നിങ്ങൾ പറയൂ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. യെസ്, ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ തന്നെ. ഇത് 2021 ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻറ്റ് ഇംപ്ലൈസ് ദാറ്റ്. ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത്? എ ടീച്ചർ ഷുഡ് ബി എനർജറ്റിക് ആൻഡ് ഡൈനാമിക്. ലേണിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ്. ദ ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം മസ്റ്റ് ചേഞ്ച് ഫ്രീക്വൻ്റ്ലി. ദ സ്റ്റുഡൻറ് മസ്റ്റ് റിമെയിൻ ക്വൈറ്റ് ആൻഡ് ഡിസിപ്ലിൻഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്?
Learning activities should be interactive and adaptive. യെസ്, കറക്റ്റ് ആൻസറാണ്. ലേണിംഗ് ആക്ടിവിറ്റീസ് ഷുഡ് ബി ഇൻട്രാക്റ്റീവ് ആൻഡ് അഡാപ്റ്റീവ്. 2019 വന്നിട്ടുണ്ടായിരുന്നൊരു ചോദ്യമാണ്. ഇവിടെ എന്താണ് ഈ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോക്കാം. ഡൈനാമിക് ലേൺ എൻവയോൺമെൻറ്റ്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻറ്റ്. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആൻഡ് ചേഞ്ചിങ് എന്നാണ് ഡൈനാമിക്കിൻ്റെ മീനിങ്. ഡൈനാമിക് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ അത് എന്തല്ല, സ്റ്റുഡൻസ് ഇങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു രീതിയല്ല. സ്റ്റുഡൻസിൻ്റെ താല്പര്യം അനുസരിച്ച് അവരുടെ എന്താണ് അവർക്കനുസരിച്ച് ക്ലാസ് റൂം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ ലേണിംഗ് മെത്തേഡ് ചേഞ്ച് ചെയ്യുകയാണ്, പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുക. അതുപോലെ സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ സ്റ്റുഡൻസിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ച് സ്റ്റുഡൻസിൻ്റെ എന്താണ് ലേണിംഗ് മെത്തേഡിൽ ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് എഴുതാം. ഡൈനാമിക് മീൻസ് ആക്റ്റീവ് ആൻഡ് ചേഞ്ചിങ്. ഓക്കെ, it changes based on how students are learning. കുട്ടികൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പോലെ രീതി എങ്ങനെയാണ്, അതിനനുസരിച്ച് എന്ത് ചെയ്യും, ലേണിങ്ങിൽ ചേഞ്ചുകൾ വന്നുകൊണ്ടേയിരിക്കും. ഇതിൽ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പറയാം. അതിലൊന്നാണെന്ത്, ഇൻ്ററാക്റ്റീവ് ഫോക്കസ്. ക്ലാസ്സുകൾ ഇൻറ്ററാക്റ്റീവ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോവുക. ഇപ്പോൾ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ബേസിലായിരിക്കും ക്ലാസ് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ അഡാപ്റ്റീവ് നേച്ചർ. അഡാപ്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ടീച്ചർ സ്റ്റുഡൻസ് ഇൻട്രാക്ഷനിലൂടെ കുട്ടികൾക്ക് എന്താണോ താല്പര്യം അതിൻ്റെ ബേസിൽ പുതിയ പുതിയ മെത്തേഡ്സ് അഡാപ്റ്റ് ചെയ്യാൻ ടീച്ചേഴ്സ് തയ്യാറാവുന്നു. ബോറിംഗ് ആണ്, ചില ക്ലാസ്സുകൾ ബോറിംഗ് ആണ് തോന്നിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ടീച്ചേഴ്സ് ഇൻട്രാക്റ്റീവ് സെഷനുകളും പ്രൊജക്റ്റ്, PPT പ്രസൻറ്റേഷൻ, അങ്ങനെ മറ്റ് പുറത്ത് എൻവയോൺമെൻറ്റിൽ പോയിട്ട് നേരിട്ട് റിയൽ ലൈഫ് എക്സാമ്പിളുകൾ കണ്ട് മനസ്സിലാക്കുക. അങ്ങനെ വ്യത്യസ്ത മെത്തേഡുകൾ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിപ്പോൾ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചിലാണ് ഇതൊക്കെ ഉണ്ടാവുക. ലേണർ സെൻറ്റർ അപ്രോച്ചിൽ ഇതൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ അതായത് ഒരു 10 +2 ലെവൽ വരെയാണ് ഇതിൻ്റെ, ഡിഗ്രി വരെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്കിതിൽ പറയാം. പിന്നെ PG അതിൻ്റെ എബോക്കെ കുട്ടികൾ ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് അല്ല, ലേണർ സെൻറ്റേർഡ് അപ്രോച്ചാണ്. അപ്പോൾ ലേണറാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ താല്പര്യം അനുസരിച്ച് ചേഞ്ചുകളൊക്കെ വരുന്നത്. ഇത് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ചിൽ വരുന്നതാണ് ഈ ഡൈനാമിക് ലേണിംഗ് എൻവയോൺമെൻ്റ് ഒക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഒരുമിച്ചിരുത്തുന്നു, ഗ്രൂപ്പ് സ്റ്റഡി നടത്തുന്നു, ഡിബേറ്റ് നടത്തുന്നു, ആക്ടിവിറ്റീസ്, ബ്രെയിൻ സ്ട്രോമിങ് നടത്തുന്നു. ഇതൊക്കെ ടീച്ചർ സെൻറ്റർ അപ്രോച്ചിലാണ് വരുന്നത്. ലേണിംഗ് സെൻറ്റർ ആകുമ്പോൾ കുട്ടികൾ അവരുടെ അവർക്ക് താല്പര്യമുള്ള മേഖലയിലേക്ക് അവരെന്ത് ചെയ്യണം, സ്വയം സഞ്ചരിച്ചു പോവുകയാണ് ചെയ്യുക. ഫ്ലെക്സിബിൾ സെറ്റപ്പ്. ഫ്ലെക്സിബിൾ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ
ഇരുന്നിട്ട് കുട്ടികൾ കൃത്യമായിട്ടുള്ള ടീച്ചർ എന്താണോ, ഇപ്പോൾ ലെക്ചർ ടൈപ്പ് ക്ലാസ്സുകളായിരിക്കില്ല. ടീച്ചേഴ്സ് എന്താണോ പറയുന്നത് അത് കുട്ടികൾ കേൾക്കുക, മിണ്ടാതിരുന്ന് കേൾക്കുക എന്നതല്ല, അതിൽ ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾ പറയും, ഇപ്പോൾ ഈ മെത്തേഡ് അല്ല, വേറൊരു മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്താലാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടീച്ചർ എന്ത് ചെയ്യും, ആ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ റിയൽ ടൈം ഫീഡ്ബാക്ക്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, ഫീഡ്ബാക്കും ഇൻട്രാക്ഷനിലൂടെ എന്ത് ചെയ്യും, ലഭിക്കുന്നുണ്ടോ, കുട്ടികൾക്ക് മനസ്സിലാവുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 2023 വന്നൊരു ക്വസ്റ്റ്യനാണ്. അത് ഇതിൽ പറഞ്ഞ തന്നെയാണ്. ഓക്കെ, ഓപ്ഷൻ ഓക്കെ, ഇതിൻ്റെ ആൻസർ 7ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ പറയണം. വിച്ച് ലെവൽ ഓഫ് ടീച്ചിങ് എൻകറേജ് ദ സ്റ്റുഡൻറ്റ് ടു സീക്ക് റിലേഷൻഷിപ്പ് ആൻഡ് സീ ടൂൾ ആപ്ലിക്കേഷൻ റൂൾസ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടീച്ചിങ് എൻകറേജ് ദ സ്റ്റുഡൻറ്റ് ടു സീക്ക് റിലേഷൻഷിപ്പ് ആൻഡ് സീ ടൂൾസ് ആപ്ലിക്കേഷൻ റൂൾ? അതായത് ടൂൾസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും, റിലേഷൻഷിപ്പ് എങ്ങനെ ബെറ്റർ ആക്കാം, ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിലാണ് വരിക? മെമ്മറി ലെവലാണോ, അണ്ടർസ്റ്റാൻഡിങ് ലെവലാണോ, റിഫ്ലക്റ്റീവ് ലെവലാണോ, ഓട്ടോണമസ് ഡെവലപ്മെൻറ്റ് ലെവലാണോ? പറയാമോ? യെസ്, അണ്ടർസ്റ്റാൻഡിങ് ലെവലാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണല്ലേ, ഫസ്റ്റ് നമ്മൾ ടോപ്പിക് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്, അണ്ടർസ്റ്റാൻഡിങ് ലെവലിലാണ് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവുക. അത് 2023 വന്നൊരു ചോദ്യമാണ്. ഇനി ലേസിസ് ഫെയർ, നമുക്ക് അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലേസിസ് ഫെയർ ടീച്ചിങ് സ്റ്റൈൽ ക്യാൻ ബി ബെസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ആസ്? ലേസിസ് ഫെയർ ടീച്ചിങ് സ്റ്റൈൽ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഒന്ന്, ഹൈ കൺട്രോൾഡ് ടീച്ചർ ഡോമിനേറ്റഡ്, സ്റ്റുഡൻറ് സെൻറ്റേർഡ് വിത്ത് ആബ്സല്യൂട്ട് ലാക്ക് ഓഫ് ടീച്ചർ ഗൈഡൻസ്, ഡെമോക്രാറ്റിക് ആൻഡ് കൊളാബറേറ്റീവ്, കണ്ടൻറ് ഫോക്കസ്ഡ്, സ്ട്രിക്റ്റ് സ്ട്രക്ചറൽ ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇതിൽ ലേസിസ് ഫെയർ ടീച്ചിങ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അതിൽ ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? Student-centric with absolute lack of teacher guidance. യെസ്, അതാണ് കറക്റ്റ് ആൻസർ. സ്റ്റുഡൻറ് സെൻറ്റേർഡ് വിത്ത് ആബ്സല്യൂട്ട് ലാക്ക് ഓഫ് ടീച്ചർ ഗൈഡൻസ്. 2020 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ലേസസ് ഫെയർ, ടീച്ചിങ് സ്റ്റൈൽ എന്താണ്? ലേസസ് ഫെയർ ടീച്ചിങ് സ്റ്റൈൽ. അത് ഒരു ഫ്രഞ്ച് ടേമാണ്, ലേസസ് ഫെയർ എന്ന് പറഞ്ഞ ടേം. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. ഇറ്റ് ഈസ് എ ഫ്രഞ്ച് ഫ്രേസ്. മീനിങ് ലെറ്റ് ഇറ്റ് ബി. ലെറ്റ് ഇറ്റ് ബി എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ ദിസ് ടീച്ചിങ് സ്റ്റൈൽ the teacher steps back completely and lets
student do whatever they want with zero rules and or direction. ഇത് എക്കണോമിക്സിൽ നമ്മൾ ഈ ടേം ലേസസ് ഫെയർ എന്ന് പറഞ്ഞ ടേം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലില്ലാതെ പ്രൈവറ്റ് സെക്ടർക്ക് എന്ത് ചെയ്യാം, അതായത് എന്താണ്, നമ്മൾ 3 തരത്തിലുള്ള സിസ്റ്റം പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സ്ഡ് എക്കണോമി, അതുപോലെ തന്നെ പബ്ലിക്, പ്രൈവറ്റ്, പബ്ലിക് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ എക്കണോമിക്, ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കണോമി. അതിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു ടേമാണ് ഈ ലേസസ് ഫെയർ എന്ന് പറയുന്ന ടേം. അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ കുറവായിരിക്കും. പ്രൈവറ്റ് പാർട്ടീസാണ് എന്ത് ചെയ്യുക അവിടെ അത് ടീച്ചിങ്ങിലേക്ക് വന്ന സമയത്ത് ടീച്ചറിൻ്റെ ഇടപെടൽ കുറവായിരിക്കും. സ്റ്റുഡൻറ്റ് അവരെ താല്പര്യം അനുസരിച്ച് എന്ത് ചെയ്യും, മുന്നോട്ട് സഞ്ചരിച്ച് പോവുക ചെയ്യുക. PG PhD അതുപോലെ തന്നെ റിസർച്ചുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലാണ് ഈ ടേം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, PG ലെവൽ ഓഫ് ടീച്ചിങ്. അതുപോലെ അപ്പോൾ PG നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളെ താല്പര്യം അനുസരിച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അടുത്തത് അതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഹാൻഡ്സ് ഓഫ് അപ്രോച്ച്. ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് അധികം ഒന്നുമില്ല ഇടപെടില്ല. ടീച്ചർ എന്ത് ചെയ്യും, കൈവിടും എന്ന് പറഞ്ഞാൽ ഗൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുക. മാക്സിമം ഫ്രീഡം. സ്റ്റുഡൻസിന് മാക്സിമം ഫ്രീഡം ഉണ്ട്. അവർക്ക് സ്വന്തമായിട്ട് മെറ്റീരിയൽ അന്വേഷിക്കുകയും ലൈബ്രറി വിസിറ്റ് ചെയ്യുകയും സ്വന്തമായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാൻ പറ്റും. അടുത്ത് ലാക്ക് ഓഫ് സ്ട്രക്ചർ. ഒരു വ്യക്തമായ ഘടന എന്തിലുണ്ടാവില്ല, ഇതിലുണ്ടായിരിക്കില്ല. മറ്റൊന്നാണ് ഹൈ റിസ്ക്. ഒരാളെ ഗൈഡൻസ് മാത്രം, ഒരു പ്രോപ്പർ ടീച്ചറുടെ ഗൈഡൻസ് പ്രോപ്പറായിട്ടില്ല എങ്കിൽ, അതായത് ഇവർ സ്വയം സഞ്ചരിക്കുന്ന സമയത്ത് മറ്റൊരാൾ, എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ പ്രോപ്പർ ഗൈഡൻസ് ചില സാഹചര്യങ്ങളിൽ ആവശ്യമായി വരുമല്ലോ. ഈ സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ലഭിച്ചില്ല എങ്കിൽ ഇതെന്ത് ചെയ്യും, ഹൈ റിസ്ക് ഉണ്ടായിരിക്കാം. ഇതൊക്കെയാണ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത 2024 വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം നമുക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിക് റിക്വയർമെൻറ്റ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ്. ടീച്ചിങ്ങിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണ് എന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. 2024 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. യൂസ് ഓഫ് എക്സ്പെൻസീവ് ഡിജിറ്റൽ ഗാഡ്ജറ്റ് ഇൻ ദ ക്ലാസ് റൂം, mastery over communication skills and subject content knowledge, rigid compliance with traditional teaching books, keeping students under absolute authoritarian rule. ഇതിൽ ആൻസർ ഏതാണ്? Mastery over communication. യെസ്, മാസ്റ്ററി. നമുക്കറിയണത് തന്നെയാണ്, അതിന് എക്സ്പ്ലനേഷന് പോകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് 2018 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദ കൺസെപ്റ്റ് ഓഫ് സീറോ പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ZPD, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത തിങ്കർ ആരാണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പിയാഷെ, പിന്നെ ഒഗോസ്കൈ, അതുപോലെ സ്കിന്നർ, ബേണർ. ഇതിലാരാണ് ഈ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്ന് പറയാൻ പറ്റും? യെസ്, വിഗോസ്കിയാണ് ഈ ടേം എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന്.
സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഇത് ലീവ് വൊഗോസ്കിയുടെ കൺസെപ്റ്റാണ്. ഓക്കെ, ഇതെന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, സ്വീറ്റ് സ്പോട്ട് ഓഫ് ലേണിംഗ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ മീനിങ് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ടേം തന്നെയാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്താണ് ലീവ് വിഗോസ്കി വിഗോസ്കിയാണ് ഇൻട്രൊഡ്യൂസ്ഡ് this concept to describe the sweet spot of ലേണിങ്ങിലെ സ്വീറ്റ് സ്പോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് അദ്ദേഹം ഈ ടേം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. The distance between what a student can do completely on their own and what they can do if they get a little help a teacher or a smart peer. ഇവിടെ ഈ കൺസെപ്റ്റിലൂടെ ഇദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, ഈ ഒരു വ്യക്തി സ്വയം എന്താണ് ഒരു ഇപ്പോൾ നമ്മൾ സ്വയം ഒരു കാര്യം ചെയ്യുമ്പോഴും ഒരാൾ നമ്മളെ ഗൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴുണ്ടാവുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനാണ് ഈ സ്വീറ്റ് സ്പോട്ട് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുകയാണ്. ഓൾറെഡി അറിയുന്ന ഒരു അധ്യാപകൻ ഉണ്ട്, അയാളോട് ഞാൻ ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ആ രണ്ടിൻ്റെയും ഡിഫറൻസുകൾ എന്താണ്, ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെന്നാണ്, ഡിഫറൻസ് എന്താണ് എന്നതാണ് ഇതിലൂടെ ഇദ്ദേഹം വിശദീകരിക്കുന്ന, ഈ ടേമിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് പോയിന്റുകളുണ്ട്. ഈ പോയിന്റുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കൺസെപ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ഒന്ന് വരുന്ന ലേണിംഗ് സ്വീറ്റ് സ്പോട്ട് പറഞ്ഞല്ലോ. ദ ലേണിംഗ് സ്വീറ്റ് സ്പോട്ട് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴും ഒരു ഗൈഡൻസുമായിട്ട് ചെയ്യുമ്പോഴും ഉള്ള ഡിഫറൻസ് മനസ്സിലാക്കാം. അടുത്തതാണ് ഇതിൽ വരുന്ന മറ്റൊരു ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരു വലിയ വിശാലമായിട്ടൊരു തിയറിയാണ്, കുറേ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ടേമാണിത് സ്കാഫോൾഡിങ്. സ്കാഫോൾഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ടൈപ്പ് ചെയ്യാം. ദിസ് റെഫേഴ്സ് ടു
ദ ടെമ്പററി ഹെൽപ്പ്. നമ്മൾ കംപ്ലീറ്റ് സപ്പോർട്ടല്ല. ഇപ്പോൾ എങ്ങനെ പറയാം, നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ടെമ്പററി ഹെൽപ്പ്, ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഹിൻഡ് അല്ലെങ്കിൽ ക്ലൂ, ഹിൻഡ്സ് അല്ലെങ്കിൽ ക്ലൂസ്, ഇങ്ങനെയുള്ള ടീച്ചർ ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ ചെയ്യുമ്പോൾ അതിനെന്താ സ്ക്രാപ്പ് ഹോൾഡിംഗ് എന്ന് പറയും. ഓക്കെ, ടീച്ചർ ഗിവ്സ് ടു പുൾ the student across the zone. അതിനാണെന്ന് പറയാം സ്ക്രാപ്പ് ഹോൾഡിംഗ് എന്ന് പറയാം. പിന്നെ മറ്റൊന്ന് ഇതിൽ വരുന്ന മറ്റൊരു ടേമാണിത് സോഷ്യൽ ഇൻട്രാക്ഷൻ. സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയല്ല, പുസ്തകങ്ങൾ എന്താണ് മറ്റുള്ള ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷനിലൂടെയാണെന്ന് ചെയ്യുന്നത് ഇവിടെ ലേണിങ് പോസിബിൾ ആവുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഹൈലൈറ്റ് ദാറ്റ് വി ലേൺ ബെസ്റ്റ് ബൈ ഇൻ്ററാക്റ്റിംഗ് with people not just reading books alone. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അത് റിഫ്ലക്റ്റീവ് നേരത്തെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ 11ാമത്തെ സ്കിപ്പ് ചെയ്യാണ്. മെമ്മറി അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ തന്നെയാണ്. അപ്പോൾ അത് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ജസ്റ്റ് ഒന്ന് പറയാമല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് വായിക്കാം. വിച്ച് ഓഫ് ദ level of teaching the learner get the opportunity to discriminate between positive and negative examples of the concept. എന്താണ് അതിൻ്റെ ആൻസർ? വിച്ച് ഓഫ് ദ ലെവൽ ഓഫ് ടീച്ചിങ് ദ ലേണർ ഗെറ്റ് an opportunity to discriminate between positive and negative example of the concept. Understanding. യെസ്, ആൻസർ കറക്റ്റാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ 2020 ചോദിച്ച ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടീച്ചിങ് ഈസ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ട്രെയിനിങ് ബിക്കോസ് ടീച്ചിങ് പ്രൈമറി എയിംഡ് അറ്റ് പ്രൊമോട്ടിങ് റൂട്ട് കാൾ ഓഫ് പ്രാക്ടിക്കൽ ഹാബിറ്റ്സ്, ക്രിട്ടിക്കൽ എൻക്വയറി ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, ഡിസിപ്ലിൻഡ് മിലിറ്ററി ബിഹേവിയർ, നാരോ സ്പെഷ്യലൈസ്ഡ് മാനുവൽ സ്കിൽസ്. ഏതാണ് ആൻസർ? 12ാമത്തെ. യെസ്, ക്രിട്ടിക്കൽ എൻക്വയറി ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അത് കറക്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ റിഫ്ലക്റ്റീവ് ലെവൽ നേരത്തെ നമ്മൾ പറഞ്ഞത് ക്വസ്റ്റ്യൻ ആണ്. ദ മെയിൻ പ്രൊപ്പണൻ്റ് ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് ആരാണ്? യെസ്, ഹണ്ടാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് ടീച്ചിങ് അക്കോർഡിംഗ് ടു മോഡേൺ ഹ്യൂമാനിസ്റ്റിക് പാരഡൈഗം? മാക്സിമൈസിങ് ദ സ്റ്റുഡൻസ് എക്കണോമിക് യൂട്ടിലിറ്റി, അസിസ്റ്റിംഗ് the learner in self-actualization and overall growth, ensuring a 100% attendance track record, promote compliance with standard mechanical commands. Assisting the learner in self-actualization and overall growth. Yes, assessing the learner in self-actualization and overall growth. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഇത്രയാണ്
ഇന്ന് നമ്മുടെ സെഷൻ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇതിനെ കഴിയുകയാണെങ്കിൽ നാളെ മോർണിംഗിൽ നമുക്ക് കുറച്ച് അധിക സമയം ഇരുന്നിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നിങ്ങളേതായാലും ഇന്ന് 100 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ കീ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറുകൾ കിട്ടുന്നതായിരിക്കും.